കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഇൻക്രീസ് പ്രയർ ഫെലോഷിപ്പിന്റെ ഗ്രൂപ്പിൽ ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ ബീന, മറ്റു പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി, എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം. ഈ കാലഘട്ടത്തിലും നമുക്ക് ഇത്രയും സമയത്ത് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും അനുഗ്രഹമാണ്. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ആരാധനയ്ക്കും സമയങ്ങളെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദേശത്തിനും മറ്റു വിഷയങ്ങൾക്കും ഉടയപ്പെട്ട പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് ചെയ്യുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായി അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഒരു വലിയ സമൂഹം വേദനയിൽ കൂടെ, ഉടച്ചിൽ കൂടെ, തകർച്ചയിൽ കൂടെ ഒരു സഹായത്തിനൊക്കെ ആ സഹായം എന്ന് ഉദ്ദേശിക്കുന്നതും പ്രാർത്ഥനയുടെ സഹായം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചു, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയാലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീർന്നു. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതിന്റെ ഇംഗ്ലീഷിലാണ് ഇന്റർസീഡ് ചെയ്യുന്ന, നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാലും ദൈവാത്മാവിന്റെ സഹായത്താലും എനിക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമില്ല, അതിന്റെ ഡെലിവറൻസ് ആയി മാറിയിരിക്കും, അത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി മാറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ ബലം, ദൈവിക പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കും. അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ഈ രാത്രിയിലും ഹല്ലേലൂയ ജോയിൻ ചെയ്ത എല്ലാവർക്കുമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. അല്പസമയം ദൈവത്തിന്റെ ആത്മാവ് തന്ന ആലോചന കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുമുമ്പ് എല്ലാവരും ഹൃദയങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് കണക്ട് ആയി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് താങ്ക് യു എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മൈക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്താൽ മതി. ഒരു മിനിറ്റ് എങ്കിലും നിങ്ങളുടെ മൈക്കുകളൊക്കെ ഓൺ ചെയ്ത് എല്ലാവരും അന്യഭാഷയിൽ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് റേഖുമാ സിയാന്തന എല്ലാവരും ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്ത് റേഖുമാ സിയാന്തന ലേഖാത്തെ ഒരു മിനിറ്റ് ആത്മാവിൽ എല്ലാവരും സജീവമാണ്. നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഭവനങ്ങളായിരിക്കും. എല്ലാവരും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് റോഖുമാ സിയാന്തന ഇനി മൈക്കിളൊക്കെ ഓഫ് ചെയ്തു, മൈക്കിളൊക്കെ ഓഫ് ചെയ്തു. എല്ലാ മൈക്കുകളും ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി കർത്താവേ ഈ ജനങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്ന ചിലരോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഒരു അശക്തമേറിയ ദൈവീകമായ ബന്ധ പ്രാർത്ഥനയിൽ ഒരു ഡിവൈൻ കണക്ഷൻ ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ആത്മീയമായി കർത്താവുമായിട്ടൊരു കണക്ഷനിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ കൊണ്ടുപോകുന്നു. ജീവിതത്തിന്റെ അകത്ത് സ്വന്തം ദൈവാത്മാവ് ഇങ്ങനെ
പറയുന്നു. ഹല്ലേലൂയ. യാക്കോബിന് സ്വന്തം ഭവനത്തിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. സഹോദരന്റെ കാരണം ഇറങ്ങി ഓടന്റെ ഭവനത്തിൽ നിന്ന് പോകേണ്ടി വന്നു. പക്ഷെ യാത്ര തിരിച്ച് മുന്നോട്ട് പോയപ്പോ ഹല്ലേലൂയ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ ഹല്ലേലൂയ തലങ്ങണയ്ക്ക് പോലെ കല്ല് വെച്ച് കിടന്നുറങ്ങിയപ്പോൾ താൻ സ്വർഗം തുറക്കുന്ന ഹല്ലേലൂയ കോവേണി കാണുന്ന ഒരു വലിയ ഹല്ലേലൂയ സ്വപ്നം കാണുന്ന അനുഭവം ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഒരു തുറന്ന സ്വർഗം പോലെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവം. ജീവിതത്തിൽ ഏറ്റവും കൈപ്പേറിയ അനിശ്ചിതത്തിൽ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു അനുഭവം. പക്ഷെ അതിന്റെ മധ്യത്തിലും ഒരു തുറന്ന സ്വർഗം പോലെ കർത്താവ് അവിടെ തുറന്നു കൊടുത്ത പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഹല്ലേലൂയ ഈ മണിക്കൂറുകളിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ ഓർണം. ഹല്ലേലൂയ. നീ ഒരിടത്ത് തകരാനുള്ളതല്ല, നിന്നെ ഉറപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ദൈവാത്മാവ് ആലോചന പറയുന്നു. അടബന ഹംജന റിഗടഗദിയാന്തര റുകുബു ഷിഗഡഗദിയാന്തര. ഒത്തിരി പേരോട് ദൈവാത്മാവ് ശക്തമായി പറയും, ഈ ദിവസങ്ങളിൽ ഒരു ഭയങ്കര ദൈവിക കണക്ഷൻ വെളിപ്പെടാൻ പോകുകയാണ്. ശക്തമായി നിന്നെ ഉറപ്പിക്കുന്ന ദൈവിക സ്വപ്നങ്ങൾ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ഞാൻ ഈ മീറ്റിംഗിൽ കയറി വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു ദൈവാത്മാവ് പറയുന്നത്, ചിലരെ ദൈവാത്മാവ് വ്യക്തമായിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ ചില സ്വപ്നങ്ങളെ ദർശനങ്ങളെ കാണിച്ച് നിങ്ങളോടുള്ള ആലോചന ദൈവാത്മാവ് ഉറപ്പിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ലഖുമാന ശിഗൂറിഗടഗദിയാന്തര റുഖുമാന ഹതി സെഗൽഖടഗടഗദിയ. കർത്താവ് അങ്ങനെ ചില ജീവിതങ്ങളെ ചെയ്യട്ടെ. ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് ശക്തമായി തൊടുകയാണ്. വർഷിപ്പ് ചെയ്ത സിസ്റ്ററോ ദൈവം പറയുന്നു, ശക്തമേറിയ ഒരു അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ട്. ശക്തമേറിയ ദൈവ അഭിഷേകം അനേകരെ ആത്മസാന്നിധ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവിക നിറവ് നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് വിട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ശക്തമായി അത് വെളിപ്പെട്ടു വരുവാൻ കർത്താവ് ഇടയാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിശക്ത മറ്റില്ലാത്തൊരു സ്പെഷ്യൽ അനോയിന്റിംഗ് ദൈവാത്മാവ് നിന്നെ മേലിട്ടിട്ടുണ്ട്. റുഖുമാന ഹഠരാരിഗടഗദിയാന്തര ലോകോമശകമന കർത്താവ് ചിലർക്ക് ഡിവൈൻ കണക്ഷൻസിനെ ദൈവാത്മാവ് തരാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സ്വർഗം തുറന്ന അനുഭവങ്ങൾ വെളിപ്പെട്ട് അവന്റെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ഉറപ്പ് കൊടുത്തതുപോലെ ദൈവം ചിലരെ കർത്താവ് ഉറപ്പിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വിശ്വസിച്ച് ഈ ദൂതനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അത് ചെയ്തിരിക്കും. ആമേൻ. വേഗത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ദൈവ സാന്നിധ്യമുണ്ട്. അവസാനം വീണ്ടും പ്രാർത്ഥിക്കാൻ സമയം ഏറ്റെടുക്കാം. ദൈവാത്മാവ് തന്ന ഒരു ആലോചന നമുക്ക് കൈമാറി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 27-28 തിരുവചനങ്ങൾ ഇന്ന് ഈ മണിക്കൂറുകളിൽ പ്രയർ ഫെലോഷിപ്പിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 27-28 വചനം ഇങ്ങനെയാണ് പറയുന്നത്. അത് പറയുമ്പോൾ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, ഒരു വലിയ ബഹി പുരുഷാരം, ആ പുരുഷാരത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നീ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞു. അതായത് നിന്നെ വഹിച്ച നിന്നെ ഉദരത്തിൽ വഹിച്ച ആ വ്യക്തി, ആ സഹോദരി ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞു. അതിന്റെ 28-ാമത്തെ വചനമാണ് ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് ദൈവാത്മാവ് സംസാരിക്കുന്നത്. അതിന് അവൻ, ഈ പറഞ്ഞ ആ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് സ്ത്രീ ഉച്ചത്തിൽ സംസാരിച്ച ആ കാര്യത്തിന് അവൻ എന്ന് പറയുന്ന യേശു കർത്താവ് പറയാണ്, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ഭാഗ്യവാൻ ബ്ലെസ്സഡ് മാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ ആരാണ് ഭാഗ്യമായ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ? പറയാണ്, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. അപ്പൊ ആരാ ബ്ലെസ്സഡ് എന്ന് വെച്ചാൽ, ഹിയർ ദ വചനം, വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം കേട്ട് അത് ഒബേ ചെയ്യുന്ന, അത് പ്രാക്ടീസ് ചെയ്യും, അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു തിരുവചനം ഇതാണ്. ഹല്ലേലൂയ. പവർ ഓഫ് ദ ഒബീഡിയൻസ്, അനുസരണത്തിന്റെ ശക്തി. ഹല്ലേലൂയ. അനുസരണത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറയാണ്. നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. നമ്മൾ മടുത്തു പോകാതെ വിശ്വാസത്തോടെ വീണ്ടും മുട്ടുന്ന, വീണ്ടും ദൈവത്തോട് ചോദിക്കുന്ന, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ
കർത്താവ് പറഞ്ഞ സംഭവമാണ്. അതിനുശേഷം ഭൂതങ്ങളെ കുറിച്ചും ഭൂതങ്ങൾ പുറത്താക്കുന്നതിനെ കുറിച്ചൊക്കെ യേശു പറഞ്ഞപ്പോ ഈ യേശുവിൽ നിന്നും പുറത്തു വന്ന ഈ ലാവണ്യ വാക്കുകളും ഉപമകളും ഒക്കെ ചേർത്തുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ആ പുരുഷാരത്തിൽ ഇടയ്ക്ക് ഒരു ആവേശത്തോടെ ഒരു സഹോദരി പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. നിന്നെ ചുമന്ന ഉദരം അത് ഏറ്റവും ഭാഗ്യമുള്ളതെന്ന്. അപ്പം ഭാഗ്യമുള്ളത്, അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്കാണ് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരല്ല ഭാഗ്യം, ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ഇന്ന് ഈ മണിക്കൂറിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇത് ദൈവത്തിന്റെ അനുസരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവിക കൽപ്പന. നമ്മളെല്ലാവരും ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവത്തിന്റെ നിയോഗങ്ങൾ, ദൂതുകൾ എന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടണം. ജീവിതത്തിൽ മുന്നേറ്റം, അത്ഭുതം, ജയം, വിടുതൽ, ഇതിനെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നവർ അല്ലേ? ഇല്ലേ? നമ്മളിരിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, പ്രാർത്ഥിക്കുന്നു. ഇനി പോട്ടെ, നമ്മുടെ കാര്യം പോട്ടെ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ പോലും, ദൈവം ഈ ഭൂമിയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവനും ഉള്ളിന്റെ അവൻ പ്രാർത്ഥിക്കത്തില്ലായിരിക്കാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവനും ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ ശുഭത, സന്തോഷം, സമാധാനം, അനുഗ്രഹം, മുന്നേറ്റം അവനും ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും, അവൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ സൈഡ് ഓക്കെയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലരുടെ വാക്കും യേശു കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്നിച്ചു വെക്കുമ്പോൾ വിടുതലും ദൈവപ്രവൃത്തിയും അനുഗ്രഹവും ബ്ലെസ്സിങ്സും ബ്രേക്ക് ത്രൂസും എല്ലാം ഇരിക്കുന്ന ഒരു കീ ആണ് അനുസരണം, ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ രാത്രി ഈ വചനം കേട്ട് ഇന്ന് സമർപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ച നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ഒബീഡിയൻസ്. ആ അനുസരണം അതെന്ത് കാണിക്കുന്നറിയാമോ? അത് എന്തിന്റെ പ്രൂവാന്നറിയാമോ? അത് എന്തിന്റെ അടയാളമോ? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ, ദൈവത്തോടുള്ള വിശ്വാസത്തെ, ദൈവത്തോടുള്ള ആശ്രയത്തെ കാണിക്കുന്നതാണ് അനുസരണം. മറ്റേ നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ വിഷയത്തിന് മുമ്പിൽ. പക്ഷെ അത് റിയൽ എന്താണ്? അനുസരണം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്തെയും ദൈവത്തോടുള്ള വിശ്വാസത്തെയും ദൈവത്തോടുള്ള ആശ്രയത്തെയും കാണിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഇപ്പം നിങ്ങൾ ഇന്ന് കഴിഞ്ഞാൽ ഈ സൺഡേ നിങ്ങളുടെ ആരാധനയ്ക്ക്, നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നു. നമ്മൾ പോയി ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ 1000 സ്ക്വയർ ഫീറ്റിലെ വീട് കാണാം, 2000 സ്ക്വയർ ഫീറ്റിലെ വീട് കാണാം, 3000 കാണും, അല്ലെങ്കിൽ 1000-ൽ താഴെ ഏത് വീടായാലും ഒത്തിരി റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പൂട്ടിക്കൊണ്ട് പോകുന്ന ചിലപ്പോൾ 2 കീ മാക്സിമം കാണും. ഒന്ന് വീടിന്റെ ഡോറും ഗേറ്റിന്റെ ഡോറും. ആ കൂടി കീ എത്ര ഉണ്ട്? നിങ്ങൾ പറ. ഒരു ഇച്ചിരിയുണ്ട്, ഒരു കീ ഇത്രേ ഉള്ളൂ വീടിന്റെ. പക്ഷെ ആ ഒറ്റ കീയിലാണ് വീട് മൊത്തം തുറക്കുന്നത്. വീട് മൊത്തം തുറക്കുന്നത് ആ കൂടി ഇത്രത്തോളം വരുന്ന കീ. ചിലപ്പോൾ വലിയ കൂടിയ ഡോർ, അതിൽ അല്പം കൂടെ നീളം കാണും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തില്ല. ആ ഒറ്റ കീയില് വീടിന്റെ അകം മൊത്തം തുറന്ന് മെയിൻ ഡോർ തുറക്കുമ്പോൾ അകത്തെല്ലാം തുറന്നു റൂമിലേക്ക് കയറാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സത്യം അനുസരണം ഒരു കീയാണ്. ഹല്ലേലൂയ. ആ കീയിൽ ആ ചെറുതാണ്, പക്ഷെ ആ സകലതും തുറന്നു വരുന്ന പോലെ. ഒരു വലിയ ബിൽഡിംഗ് ആയിരിക്കാം, പക്ഷെ അതിന്റെ അകത്ത് പ്രവേശിക്കുന്ന കീ വളരെ ചെറുതാണ്. ഇതേപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു അനുസരണത്തിലേക്ക്, പവർ ഓഫ് ദ ഒബീഡിയൻസ്, അനുസരണത്തിന്റെ ശക്തിയാണ് ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. യശപ്രവചനത്തിൽ കിടപ്പുണ്ട്. യശ 1:19 ബൈബിൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചുവെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ലാൻഡിന്റെ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ആ ബ്ലെസ്സിംഗ് നമ്മൾ അനുഭവിക്കും. അവിടെയും നിങ്ങൾ കേട്ടനുസരിച്ചാൽ നിങ്ങൾ അതെന്ത് ചെയ്യും? അനുഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ആ കീ, അനുസരണം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ദൈവിക പ്രോമിസുകളെ തുറന്നു വിടുന്നതാണ്. ഹല്ലേലൂയ. ഈ വാക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവാത്മാവ് ആവർത്തിച്ച് ഇടപെടുകയാണ്. ആ അനുസരണം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ അത് അത്ഭുതങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അത് അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അനുസരണം, അത്ഭുതം, അനുഗ്രഹം. ഒന്ന് ഉറക്കെ പറഞ്ഞ്, അനുസരണം അത് അത്ഭുതം കാണിക്കും, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കും. അനുസരണം, അത്ഭുതം, അനുഗ്രഹം. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യേശുവിന്റെ അടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 19 തൊട്ട് വായിക്കും. ഞാൻ ഈ പറയുന്ന ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മമാണ്. 8-ന്റെ 19 തൊട്ട് ഈ യേശുവിന്റെ അമ്മയും
സഹോദരിമാരും അവന്റെ അടുക്കൽ വരുന്നു. അപ്പൊ നേരത്തെ നമ്മൾ വായിച്ചത് ഒരു സഹോദരി പറഞ്ഞു നിന്നെ ചുമന്ന ഉദരം അല്ലെ നിന്റെ അമ്മ അത് ഭാഗ്യമാതെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോണം, ആ അമ്മ തന്നെ നിൽക്കുകയാണ്. ലൂക്കോസ് 8:19 വായിക്കുമ്പോൾ യേശുവിന്റെ അമ്മയും അവന്റെ സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിന്റെ ചുറ്റും വലിയ പുരുഷാരമാണ്. ഈ പുരുഷാരം നിമിത്തം അവനോട് അടുപ്പാൻ, അതായത് യേശുവിനോട് അടുപ്പാൻ സ്വന്തം അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സാധിച്ചില്ല. അപ്പം ചിലര് വന്ന് യേശുവിന്റെ അടുക്ക് പറയുകയാണത് നിന്റെ അമ്മയും, അതിന്റെ 8:20 ലൂക്കോസ് 8:20 നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. കുറെ നേരമായി നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ ഇച്ഛയോടെ വാഞ്ചയോടെ കാത്തിരിക്കുന്നു. പുരുഷാരം നിമിത്തം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം വന്ന് പറഞ്ഞവരുടെ ഉദ്ദേശം എന്താ, നീ അവരെ ഒന്ന് പരിഗണിക്കണം. ഹല്ലേലൂയ, അവരുടെ കാര്യം ഒന്ന് നോക്കണം. അവർ നിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരാ, വന്ന് നിൽക്കുക, വെയിറ്റ് ചെയ്യുക. അതിന് യേശു പറഞ്ഞ മറുപടിയാണ് ലൂക്കോസ് 8:21. നിങ്ങൾ വളരെ അടിവര കിട്ടണോ, ദൈവത്തിന്റെ വചനമാണ്. അവരോട് അവൻ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന്റെ ഏറ്റവും പ്രിയമുള്ളവർ അമ്മ, നമ്മുടെ ഏറ്റവും അമ്മ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പ്, രക്തം, നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ബന്ധമുള്ള. അപ്പൊ യേശു പറയും എന്റെ സഹോദരൻ, എന്റെ അമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിലേക്ക് വരുന്നത് ആരാ, എന്റെ വചനം കേട്ട് ചെയ്യുന്നവരത്രേ. ഞാൻ അതിന്റെ ഇംഗ്ലീഷിന്റെ മലയാളത്തിൽ വായിക്കാം. യേശു പറയാണ് ദൈവവചനം കേൾക്കുകയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും. പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ, ഇൻ ടു പ്രാക്ടീസ്, അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നവരാണ് എന്റെ അമ്മയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കർത്താവിന്റെ വചനം അനുസരിക്കുന്ന, അതിന് സ്റ്റെപ്പ് വെക്കുന്നവൻ കർത്താവിന്റെ പ്രിയപ്പെട്ടവരാ, കർത്താവിന്റെ കുടുംബക്കാരാ. ദൈവവചനം അനുസരിക്കാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തെ നോക്കി ദൈവത്തിന്റെ വചനം ആവർത്തിച്ചു പറയുന്നു, അവർ കർത്താവിന്റെ വേണ്ടപ്പെട്ടവരാ, പ്രിയപ്പെട്ടവരാ. ഈ ഒരു ലൈഫിലേക്ക് ദൈവം ഈ ദിവസങ്ങൾ നമ്മളെ വിളിക്കുന്നു. കാരണം നമ്മൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യമാണ്, ദൈവപ്രവൃത്തി, വിടുതൽ, അനുഗ്രഹം, നന്മ. യെസ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ കർത്താവ് എന്താ അതിനെ കുറിച്ച് പറയുന്നത്? നിന്റെ അമ്മയും സഹോദരന്മാർ നിന്നെ കാണാൻ വന്നു. അപ്പം കൂടെ നിന്ന് ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ അമ്മയും സഹോദരന്മാരും വന്നു. കർത്താവെ അവരൊന്ന് പരിഗണിക്കും. അപ്പൊ കർത്താവ് എന്ന് പറയുന്നത് എന്റെ പരിഗണന ആരോടാ? എന്റെ വചനം കേൾക്കുന്ന, പരിഗണിക്കുന്ന, അത് അനുസരിക്കുന്ന, പ്രവൃത്തി കൊണ്ടുവരുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ ബിലോവ്ഡ് വൺ. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന, ഈ സ്ക്രീനിൽ വരുന്ന ഈ 10-40 പുറത്തുള്ള ഓരോ വ്യക്തികളോടും കുടുംബങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മളെക്കുറിച്ച്, നമുക്ക് കർത്താവിന്റെ പ്രിയപ്പെട്ടവരാകണം. അതിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മെ വിളിക്കുകയാണ്. ബിലോവ്ഡ് വൺ ആവണം. അതോ നമുക്ക് കർത്താവിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ മാത്രം ലഭിച്ച് ഒന്ന് കണ്ടു കേട്ട് പോകുന്ന അല്ല. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ദൈവാനുസരണത്തിന്റെ കാര്യങ്ങൾ ആവർത്തിച്ചാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ഏറ്റവും പ്രസിദ്ധമായ 1 ശമൂവേൽ 15:22. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ വചനം 1 ശമൂവേൽ 15:22. ഹല്ലേലൂയ. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഏത് യാഗത്തെക്കാൾ, ഏതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് അനുസരണം, ഒബീഡിയൻസ്. യോഹന്നാൻ 14:15 യേശു തന്റെ സ്വന്തം വാമൊഴി പറയാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു പറയുന്നുണ്ടല്ലോ, എങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കുന്നവരായി മാറും. അപ്പൊ നമ്മളൊന്ന് റിയലി ഇന്ന് രാത്രി ഈ മണിക്കൂർ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് അതിലേക്ക് ദൈവാത്മാവ് ചെല്ലുന്നത് കർത്താവിന്റെ ബിലോഡായി മാറാൻ, കർത്താവിന്റെ സഹോദരി സഹോദരന്മാരായി, കർത്താവിന്റെ കുടുംബക്കാരായി മാറുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ ഇന്ന് രാത്രി സമർപ്പിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച്, എന്താണ് ഈ അനുസരണത്തിന്റെ പിന്നിലുള്ള ആ ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ആ എന്താണ് വരുന്നത്? അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ അങ്ങ് നിത്യതയോളം നിലനിൽപ്പുണ്ട്. എന്തൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി കൂടെ കടന്നുപോയാലും അനുസരിക്കുന്നവന്റെ ജീവിതം അത്ഭുതമായിരിക്കും, അവൻ ജീവിതത്തിൽ അനുഗ്രഹത്തെ കണ്ടിരിക്കും. അപ്പം അനുസരിക്കുന്നവൻ നിലനിൽക്കും. യേശു കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗത്തിനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. കേട്ടോ, അവിടെയും പറയുന്നു ഇഷ്ടം ചെയ്യുന്നവൻ.
എന്നിട്ട് 22 പറയുന്നു, നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നല്ല, മിനിസ്റ്റർ ചെയ്യുന്നല്ല. കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ അറിഞ്ഞു, ഞാൻ പ്രവചിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ നിങ്ങൾ പറയും. ഞാൻ ഒരു നാൾ നിങ്ങൾ അറിയുന്നില്ല. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ദൈവത്തിന് ഏറ്റവും വലിയ പ്രയോജനം. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നല്ലക്കപ്പുറം ദൈവ ഇഷ്ടം ചെയ്തോ, അതാണ് കർത്താവ് അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്റെ അമ്മയെ സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ നിൽക്കും, പക്ഷെ എനിക്ക് ഏറ്റവും പരിഗണന എന്റെ വാക്ക് കേട്ട് എന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവനാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പറയാം, പവർ ഓഫ് ഒബീഡിയൻസ്. ആ ഒബീഡിയൻസ് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായി ഈ ദിവസങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവജനം. പവർ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിനൊരു ശക്തിയുണ്ട്. അത് നിങ്ങൾ കണ്ട, നമ്മൾ കൊതിച്ച പ്രാർത്ഥിച്ച അത്ഭുതത്തെ കൺമുമ്പിൽ കൊണ്ടുവരും. പക്ഷെ നമുക്ക് ആ ഏരിയയിലോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അനുസരിക്കുന്നത് നമ്മുടെ അനുസരിക്കുന്നത് നില. ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വാക്കിന് അനുസരിക്കുന്നെങ്കിൽ വാട്ട് എവർ പ്രോബ്ലം, എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രേയർ ഗ്രൂപ്പ് ആരും നിനക്കിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും, ഒരു ദൈവിക ദൂതം നിന്റെ മേൽ വന്ന് ആരും തലേ കൈവച്ച് പറഞ്ഞില്ലെങ്കിലും, ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് നിൽക്കുന്നവൻ ഏത് കൊടുങ്കാറ്റിലും പ്രതിസന്ധിയിലും നിലനിന്നിരിക്കും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് ആ ദൂത് പറഞ്ഞത്, ആ കരഞ്ഞത്. വചനം കേട്ട് അനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും, ഒന്ന് പാറമേൽ വീട് പണിഞ്ഞതും ഒന്ന് മണലുമേൽ വീട് പണിഞ്ഞതും. എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ പണിഞ്ഞതാ, മറ്റേതും മണലുമേൽ പണിത്. പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ടാവും, അല്ലാതെ ഇന്നത് കൊണ്ടൊന്നല്ല. എങ്ങനായാലും പ്രതിസന്ധി ഒരുപോലെ, കാറ്റടിക്കും, നദിയിലെ വെള്ളങ്ങൾ എല്ലാം പൊങ്ങും. പക്ഷെ മണലിൽ കെട്ടിയത് പൊടിഞ്ഞ് താര വീരും. ഹല്ലേലൂയ. അവർക്കിതറിയാം, ആ നദീതീരത്ത് താൽക്കാലികമായ കൃഷിക്ക് മറ്റു കാര്യങ്ങൾക്ക് ഈ മണലിൽ താൽക്കാലികമായ ക്രമീകരണത്തിന് വേണ്ടി പണിയാറുണ്ട്. പക്ഷെ വലിയ മഴവെള്ള പാച്ചിൽ പോകുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും, തീർന്നു പോകും. എന്നാൽ സ്ഥിരമായി പാറയുടെ അടിസ്ഥാനത്തിൽ കുഴിച്ചു കെട്ടുന്നതുകൊണ്ട് അത് നിലനിൽക്കും. ഇത് പറയുമ്പോൾ ആ ജനത്തിന് ഇത് മനസ്സിലാവും. അതുകൊണ്ടാണ് കർത്താവ് ആ ലെവലിൽ അത് പറഞ്ഞത്. അവർക്കറിയാം, ഈ ടെമ്പററി മണലിൽ കൊണ്ട് കെട്ടുന്ന വീടുകൾ അവിടെ ഉണ്ട്. ഈ നദീതീരത്ത് അവർക്ക് കാണും, അവർക്കറിയാം. ഇപ്പൊ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ആ മലമുകളിൽ നിന്നുകൊണ്ട് പറയട്ടെ, നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പാറമേൽ പണിയുന്നത് കൊണ്ട് രണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പാറമേൽ പണിയുന്നത് എന്നേക്കും നിലക്കും, മറ്റേത് ആ ഒരു സീസൺ, അവർ താൽക്കാലിക സീസണിന് വേണ്ടി പണിയതാ. സീസൺ കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോകും. ഇതുപോലെ എന്റെ വചനം കേട്ട് അനുസരിക്കുന്നെങ്കിൽ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുസരിക്കുന്നവൻ നിലനിന്നിരിക്കും. അപ്പോൾ ദൈവാനുസരണത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബ്ലെസ്സിങ്സിനെ, അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ അത് റിലീസ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ആ ശബ്ദത്തിന്റെ മുമ്പിൽ നാം അനുസരിക്കണം. ദൈവത്തെ നമ്മോട് സംസാരിക്കണം. അപ്പൊ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു എന്ന് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും ദൈവശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമുക്ക് പിടികിട്ടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. പക്ഷെ അത് അനുസരിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലത്തെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത്. ദൈവത്തിന്റെ അബ്രാമിന്റെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവത്തിന് വചനം പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ. അബ്രാമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അബ്രാമിന്റെ പരീക്ഷണത്തിന്റെ സമയം, തന്റെ നാളുകളായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കിട്ടിയ തലമുറ, ആ തലമുറയാണ് ചോദിക്കുന്ന യാഗം കഴിക്കാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. അനുസരണം പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ കൊതിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന വിസിറ്റേഴ്സിനെ സൽക്കരിച്ചിട്ട് ദൂത് കേട്ട് നിറവേറിയ സംഭവം, ആഗ്രഹിച്ച് കിട്ടിയതാ, വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം. പക്ഷെ അതിനെയാണ് ദൈവം തിരിച്ചു ചോദിക്കുന്നത്, അല്ലെങ്കിൽ യാഗം കഴിപ്പിക്കാൻ പറയുന്നത്. പക്ഷെ അബ്രാം അനുസരണത്തോടെ പോയി, എല്ലാ സെറ്റപ്പുമായി പോയി. പോകുമ്പം മകൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്നും പോകുന്ന പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ എന്നും പോകുന്ന പോലെ ഒരു കുറവുണ്ടല്ലോ, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്. പക്ഷെ യാഗത്തിലുള്ള മൃഗത്തെ എന്തേ അപ്പം പറയുന്നു, യഹോവേ ദൈവം കരുതിക്കോളും, നീ അതിനെ കുറിച്ച് പറയപ്പെടും, ദൈവം കരുതിക്കോളും. അവിടെ ചെന്ന് ആ ബാലിന്റെ മേൽ കത്തി ഊരി വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് ദൈവശബ്ദം പറയുന്നത്, തുടരുത്. തിരിഞ്ഞു നോക്കിയപ്പോൾ മകന് പകരം അടക്കാൻ ഒരാട്ടിൻകുട്ടിയെ അവിടെ കുരുക്കി ദൈവം അവിടെ വെച്ചിരുന്നു. അതിനുശേഷം ദൈവം പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം, നീ ഈ കാര്യം 22:16 മുതൽ നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരാൻ മടിക്കാകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി ബ്ലെസ് ചെയ്യും. അമ്മേ, ഒറ്റ കാര്യം. അവിടെ നീണ്ട വലിയ പ്രാർത്ഥനയോ ദൈവത്തിന് വേണ്ടി ഒന്നും ദൈവം പറഞ്ഞ ഒബീഡിയൻസ്, അതിന്റെ ബ്ലെസ്സിങ് ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടക്കല്ലെ മണത്തരികൾ പോലെ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ
അവകാശമാക്കും. ചിലതൊക്കെ നീ അവകാശമാക്കും. നീ നന്മ പ്രാപിക്കും. ഈ വാക്കുകേട്ട് അനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ ബ്ലെസ്സിങ് കണ്ടോ? ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഇന്നേ വരെ അവൻ കണ്ടിട്ടില്ലാത്ത, ചിലപ്പോൾ ഇതിനൊന്നും പ്രാർത്ഥിച്ചു പോലും കാണത്തില്ലായിരിക്കാം, പക്ഷെ ഐശ്വര്യമായി അനുഗ്രഹിക്കുകയും ശത്രുവിന്റെ പട്ടണങ്ങൾ വരെ നിന്റെ സന്തതി അവകാശമാക്കുകയും ചെയ്യുന്ന ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് അനുസരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് താമസമായാൽ തലമുറകൾ വരെ ആ ബ്ലെസ്സിങ്സിലേക്ക് വഴിമാറുന്ന ദൈവപ്രവൃത്തിയാണ് ദൈവാത്മാവ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി ഈ ദൂത് എന്തിനെ പറയിപ്പിക്കുന്നത് അറിയാമോ? ചിലരെ ദൈവാത്മാവ് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പവർ ഓഫ് ഒബീഡിയൻസിനെ തിരിച്ചറിയിപ്പിക്കാൻ പോവുകയാണ്. അനുസരണത്തിലേക്ക്, കർത്താവിന്റെ വാക്കിലേക്ക്, ആ വചനത്തിലേക്ക്. നമ്മൾ ചിലപ്പോൾ ചിലത് പറയുമ്പോൾ അനുസരിക്കാൻ ഭയങ്കര ടഫ് സിറ്റുവേഷൻ ആണ്. അവിടെ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞനുസരിച്ചാൽ കർത്താവിന്റെ വലിയ മഹത്വം അനുഭവിക്കാൻ തരും. ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചു. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ബലപ്പെടുത്താം. ഞാനിത് ഒരു പ്രസംഗത്തിന് പറയുന്ന കാര്യമല്ല, ലൈഫിലെ ജീവിതത്തിൽ ദൈവാത്മാവ് നടത്തിയ നിയോഗത്തെ പറയാം. ഞാൻ എൻ്റെ 20-21 വയസ്സിലാണ് എൻ്റെ നല്ല കർത്താവ്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് യേശുവിനെ അറിയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ സ്നാനപ്പെട്ട് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്ന അനുഭവം വന്നത്. അതിൽ ഒരു ഗോസ്പൽ മീറ്റിംഗ്, ഒരു സുവിശേഷ യോഗത്തിൽ യേശു എൻ്റെ ജീവിതത്തെ തൊട്ട് എന്നെ മാറ്റി അത്ഭുതകരമായി ജീവിതത്തെ തൊട്ട്. അതിനുശേഷം എൻ്റെ ഹയർ പഠനവും മറ്റ് കോഴ്സും പ്രോജക്റ്റും ഒക്കെ ആയിട്ട് അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ തമിഴ്നാട്ടിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അതിനുശേഷം ബാംഗ്ലൂരായിരുന്നു. അപ്പം ബാംഗ്ലൂരിലായിരിക്കുന്ന സമയത്ത് കുറച്ച് നാളായിട്ട് ഞാൻ ഒന്നാമത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ അല്പമായ, ഒത്തിരി ബുദ്ധിമുട്ടില്ല, അല്പമായ ചില സ്ട്രഗിളുകളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നിന്നയൊക്കെ കേട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ജോലി, അപ്പൊ ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ളത് എല്ലാവർക്കും നോർമൽ ആഗ്രഹം. അങ്ങനെ എനിക്ക് ഒരു ജോലിയുടെ ക്രമീകരണം ബാംഗ്ലൂർ ഒരു അത്യാവശ്യം സോഫ്റ്റ്വെയർ ലെവലിലുള്ള ഒരു കമ്പനിയിൽ, നെറ്റ്വർക്കിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ലഭിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞു. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണേ. ഇന്റർവ്യൂ കഴിഞ്ഞു, ജോലി ലഭിച്ചു. ജോലി ലഭിച്ചിട്ട് ആദ്യ ദിവസം ജോലിക്ക് ഞാൻ പോവുകയാണ്. ആ ഫസ്റ്റ് ഡേയില് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അവിടെ നിന്ന് അവിടത്തേക്കുള്ള ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ തിരിച്ചു. നേരത്തെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു 6, എനിക്കിപ്പോ ആ ടൈം ഉണ്ട്, 6 മണി കഴിഞ്ഞ് 6:15, 6:30 സമയത്ത്. ഞാൻ ഇത്രയും വ്യക്തമായി പറയാൻ കാരണം അത്ര ദൈവിക ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ്. ആ ടിക്കറ്റിന്റെ ക്രമീകരണം അത് ചെയ്തു. അത് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് പോകേണ്ട സ്ഥലം ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട ശിവാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എനിക്ക് പോകണം. ബസ്സിലോട്ട് കയറി ആ ടിക്കറ്റിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് അല്പം മുന്നോട്ട് പോയപ്പോ എന്റെ കണ്ണുകൾ അങ്ങോട്ട് നിറയാൻ തുടങ്ങി. എനിക്കറിയാം അന്നും ഇന്നും അസാധാരണമായി കണ്ണുകൾ നിറയുമ്പോൾ എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ അടുത്തിരിക്കുന്ന ആരെയും ഒന്നും നോക്കിയില്ല. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. രാവിലത്തെ ആ ഒരു തണുപ്പും ഒക്കെ നല്ലതുണ്ട്. ഇങ്ങനെ ഒന്ന് കുനിഞ്ഞ് ആ ഫ്രണ്ടിലത്തെ ബസ്സിന്റെ സീറ്റിന്റെ ഒരു കമ്പിയാണല്ലോ, അതിലേക്ക് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞ് കണ്ണിൽ കൂടെ നിറഞ്ഞ് കണ്ണീര് വരിക. എനിക്ക് മനസ്സിലായി ഹോളി സ്പിരിറ്റ് എന്നോ. ഞാൻ പറഞ്ഞു, എന്റെ അപ്പച്ച എന്നോട് എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എന്നിട്ട് എന്റെ ഉള്ളിൽ ശക്തമായ ഒരാളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഗോ ബാക്ക്, നീ ഈ ജോലിയിൽ പ്രവേശിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സ്തോത്രം പറഞ്ഞ വിഷയം ദൈവം എനിക്ക് മാനിച്ച ജോലി, അത്യാവശ്യം നല്ല മാന്യമായ സാലറി ഉള്ള ജോലിയാണ്. പക്ഷെ ഭയങ്കര അനുസരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്തോ പറഞ്ഞോണ്ട് നാട്ടിൽ വരും, എന്റെ അടുത്ത് പറയും ഗോ ബാക്ക്. എന്നിട്ട് അടുത്ത ശബ്ദമാണ് എന്റെ കയ്യിൽ, നിനക്ക് ജോലി വേണോ, നിന്റെ കുടുംബത്തെ മുഴുവൻ രക്ഷയിലേക്ക് കൊണ്ടുവരണോ? അടുത്ത ഉള്ളിലെ ചോദ്യം. ഒരാളിരുന്ന് സംസാരിക്കുന്ന പോലെ തിരതള്ളുക, കണ്ണീര് കുടുകൂടാ വീഴുക. അടുത്തിരിക്കുന്ന ആളൊന്നും എനിക്ക് നോക്കണം. ഹോളി സ്പിരിറ്റ് അന്ന് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് തോന്നലല്ല, നമുക്കറിയാം, റിയലി അറിയാം. ഞാൻ പറയാം, എന്റെ അപ്പച്ച, ഞാൻ എന്റെ കർത്താവിനെ അറിഞ്ഞതാവും എങ്കിൽ ഞാൻ അനുസരിക്കാൻ തയ്യാറായി. എന്ത് ഫേസ് ചെയ്താലും എന്ത് നിന്ന വന്നാലും ഞാൻ എത്തിരിക്കാം. ഞാൻ ആ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി റിട്ടേൺ അടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, നീ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക, വേറൊന്നും നീ ചെയ്യണ്ട, നിനക്ക് വേണ്ടത് ദൈവത്താൽ സംഭവിക്കും. ഇത് ആരോട് പറയാം? ആരോട് പറഞ്ഞാലും മനസ്സിലാത്ത ഇതാണ് ദൈവാത്മാവിന്റെ നടത്തിപ്പ്, ദൈവാത്മാവിന്റെ പവർ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിന്റെ ശക്തി. ഇത് ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവാം. അത് നിങ്ങൾ അനുസരിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ പറഞ്ഞത് അനുസരിച്ചോ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മിറക്കിൾ കാണാൻ പോയാ, ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന പോലെ ഇന്നേ വരെ നീ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി ദൈവാത്മാവ് ചില കൂടാരങ്ങളിൽ ചെയ്യാൻ പോകും. നിങ്ങൾക്ക് മാത്രം ദൈവാത്മാവ് പറയുന്നു, അത് തലമുറകൾക്ക് വരെ ബ്ലെസ്സിംഗ് ആയി മാറത്തക്കവണ്ണം ദൈവപ്രവൃത്തിയെ കർത്താവ് കൊണ്ടുവന്നിരിക്കും. വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞാട്ടെ, കരമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ,
അങ്ങനെ വന്ന് ഞാൻ അവിടുന്ന് വന്നു. ഞാൻ എൻ്റെ അവിടുത്തെ ഹോസ്റ്റലിന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് ചെയ്തു. ഞാൻ 1, 2, 3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരാം. ആരോട് എന്തു പറയും? ജോലി കിട്ടിയിട്ട് ഒത്തിരി ചില ഫേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളവരെ കർത്താവ് സംസാരിച്ചു. ഞാൻ ആ ഒരു കുറച്ച് നാൾ, അറൗണ്ട് ഒരു 6 monthsോളം ഒന്നും എന്റെ ജീവിതത്തിലില്ല. സുവിശേഷ വേലയല്ല, ഒരു പരിപാടിയില്ല, ഭൗതിക ജോലിയുമില്ല, ഒന്നുമില്ലാതെ വീട്ടിൽ അടയപ്പെട്ട അനുഭവത്തിൽ കൂടെ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ 6 മാസത്തോളം, ഒരു 5-5.25 മാസത്തോളം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി ശ്രദ്ധിച്ചോണം, ഇത് പ്രാർത്ഥിച്ച് ഒരു 5.25-6 മാസമായപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു വന്ന എന്റെ പെങ്ങള് ആദ്യമായി ഇതിനോട് ഏറ്റവും വിശ്വാസത്തോടെ എതിർത്ത് നിന്നവളാ. അവൾ ആദ്യം എന്നോട് പറയാ, അച്ഛാ എനിക്ക് സ്നാനപ്പെടണം. ഓ, ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ മിറക്കിൾ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. അതാ കർത്താവ് ചോദിച്ചേ, നിനക്ക് ഇപ്പൊ ജോലി വേണോ അതോ നിന്റെ കുടുംബം രക്ഷയിലേക്ക് വരണോ? ആ ചോദ്യത്തിന് മുമ്പിലാണ് ഫസ്റ്റ് ഡേയിൽ ജോയിൻ ചെയ്യാൻ പോയ ജോലിയെ തിരിച്ച് മാറ്റിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. എന്നിട്ട് എന്റെ പെങ്ങൾ സ്നാനപ്പെട്ട് കറക്റ്റ് അടുത്ത 6 മാസം ആവുമ്പോ എന്റെ അപ്പനും എന്റെ അമ്മയും സ്നാനപ്പെട്ട് ഞങ്ങൾ കുടുംബമായി ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചു. ഇതാണ് ദൈവത്തിന്റെ അത്ഭുതം. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അതാണ് പവർ ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിന് ഒരു ശക്തിയുണ്ട്. പക്ഷെ അനുസരിക്കാൻ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. സാഹചര്യം നല്ല അനുഗ്രഹമല്ല. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ജോലിയിൽ പോയി പ്രവേശിച്ച് ഒരു നന്മയൊക്കെ ഉണ്ടായി, എന്റെ വിടുതലൊക്കെ കണ്ട് എന്റെ അപ്പനും അമ്മയൊക്കെ സന്തോഷിച്ച്, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തൊരു ദൈവിക നടത്തിപ്പുണ്ട്. ചില വിഷയത്തിന് നമ്മുടെ പെയിൻഫുള്ളി നിൽക്കുമ്പോ, വേദനയിൽ നിൽക്കുമ്പോ ചിലതിനൊക്കെ പറഞ്ഞനുസരിച്ചാൽ അത്ഭുതം നടക്കും. പരിശുദ്ധ ചിലപ്പോ പെയിൻഫുള്ളി നിൽക്കുമ്പോഴായിരിക്കും ദൈവനാമത്തിന് കൊടുക്കാൻ പറയുന്നത്. വളരെ ഉടഞ്ഞിരിക്കുമ്പോഴായിരിക്കാം ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. പക്ഷെ വളരെ ഉടഞ്ഞിരിക്കുമ്പോഴായിരിക്കാം നാം വീണ്ടും പോയി പ്രാർത്ഥനയിൽ ദൈവസ്ഥനിൽ കാത്തിരിക്കുന്നത്. ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്നു, ഏതൊക്കെയോ കയ്പിക്കൂടെ, ഏതൊക്കെയോ വേദനയെ കൂടെ ഈ ദിവസങ്ങളിൽ നീ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് അനുസരണത്തോടെ കാത്തിരിക്കുന്നു. ദൈവത്താൽ ഒരു വലിയ വിടുതൽ കർത്താവ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇതല്ലേ പ്രിയപ്പെട്ടവരെ ഇസാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അബ്രാമിന്റെ കാലത്ത് ഉണ്ടായതുപോലൊരു ക്ഷാമം ഉണ്ടായി. ഹല്ലേലൂയ. ക്ഷാമം ഉണ്ടാകുമ്പോൾ ആരും ആ ദേശത്ത് വിതയ്ക്കത്തില്ല. ഇസാക്ക് ഓടി മിസ്രൈമിലേക്ക്, നമുക്കറിയാവുന്നതാ, മിസ്രൈമിലേക്ക് പോകാൻ വേണ്ടി കാത്തിരുന്നതാ, അല്ലെങ്കിൽ അതിനൊരു ആഗ്രഹം വന്നതാ. ഉൽപ്പത്തി 26 കിടപ്പുണ്ട്. പക്ഷെ ദൈവം പറയാം, നീ അങ്ങോട്ട് പോകരുത്, ഇവിടെ തന്നെ നിൽക്കും. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചു, എടാ ഇവിടെ നീ എന്തിനാ, ക്ഷാമമുള്ള ദേശത്ത് ആരെങ്കിലും വിതയ്ക്കും? ദൈവം, നമ്മൾ ചിന്തിച്ച ദൂത് എന്താ? നീ മിസ്രൈമിൽ പൊയ്ക്കോ, നീ ചെയ്യുന്നതെല്ലാം ഞാൻ അനുഗ്രഹിക്കും, നിന്റെ കരത്തിന്റെ പ്രവൃത്തിയെ ഞാൻ ബ്ലസ് ചെയ്യും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൂത്. ദൈവം അങ്ങനെ പറയും. ഓക്കെ, അങ്ങനെയും ദൈവം പറയും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ ഇവിടെ കാത്തിരിക്കാൻ തയ്യാറായാൽ, ഈ ദേശത്ത് നിന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടാ. ആകെ കൂടെ ഉള്ളൊരു അല്പം വിത്ത് കാണും. ആ വിത്തും കൂടെ ക്ഷാമമുള്ള സ്ഥലത്ത് വിതയ്ക്കാൻ പറഞ്ഞ അവസ്ഥ ആലോചിക്കും. ഇനി അടുത്ത വർഷത്തേക്ക് ഒന്നും കാണത്തില്ല, നോർമൽ നമ്മുടെ ബുദ്ധിയിൽ. പക്ഷെ ബൈബിൾ പറയുന്നു, തന്റെ പിതാവിന്റെ ദൈവം പറഞ്ഞ വാക്കിനെ ഇസ്ഹാക്ക് അനുസരിച്ചു, പാർത്തു, വിതച്ചു. 100 മേനി കൊയ്ത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ചില ആലോചന പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അനുസരിക്കുക എന്ന് പറയുന്ന ചില അനുഭവങ്ങൾ വരുമ്പോൾ, നമുക്ക് അല്പം നമ്മുടെ ഏറ്റവും സ്ട്രഗിൾ ഉള്ള സമയത്തായിരിക്കാം പറയുന്നത്, നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സമയത്തായിരിക്കാം പറയുന്നത്. പക്ഷെ അത് അനുസരിച്ചാൽ അവിടെ അത്ഭുതത്തെ കൊണ്ടുവരും. അതുപോലെയാണ് ദൈവിക അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. നമുക്ക് ആർക്കും മനസ്സിലാകാത്ത ചില ദൈവത്തെ അനുസരിക്കുന്ന, ഒബീഡിയൻസിലേക്ക് നടക്കുന്ന വ്യക്തികൾക്ക് അതൊരു വലിയ പ്രൊട്ടക്ഷനാണ്. ദൈവജനം നീണ്ട വർഷം അടിമത്തിൽ കിടന്ന് പുറത്തിറങ്ങപ്പോൾ ആ പെസഹയുടെ അന്ന് പറയുന്നുണ്ട്, അതിനാട്ടുംകുട്ടി എടുത്ത് അതിന്റെ രക്തം കട്ടിലക്കാൽമേൽ കുറുമ്പടിയും തളയ്ക്കണം. ഈ പറയുന്നത് അനുസരിച്ചാൽ സംഹാരദൂതൻ ഒഴിഞ്ഞു പോയിരിക്കും. ശത്രു ഒഴിഞ്ഞു പോകാൻ ഒറ്റക്കാര്യം ആ അനുസരിക്കുന്ന വാക്കിന്റെ മുമ്പിൽ. നോഹ ദൈവം പറയുന്ന വാക്ക് കേട്ട് അനുസരിച്ച് ഭൂരിപക്ഷം മുഴുവൻ ദൈവകോപത്തിൽ പ്രളയത്തിൽ നശിച്ചു പോയപ്പോൾ നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ കയറിയവർ സേഫായി. കാരണം ഉൽപ്പത്തി 6:22 പറയുന്നുണ്ട്, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം എന്ത് കൽപ്പിച്ചോ അത് നോഹ ചെയ്തു. അവന്റെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആ അനുസരണത്തിനെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹമായിരിക്കും. ഇനി ഒരു 1-2 വചനം ഒന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ ഡെഡ് എൻഡ് ഉണ്ടല്ലോ, തീർന്ന ചില അനുഭവത്തിൽ നിന്നും
ഒരു വലിയ തുടക്കം തരാൻ, ശൂന്യതകളിൽ നിന്നും അത്ഭുതത്തെ കൊണ്ടുവരാൻ ദൈവത്തിന്റെ വചനത്തിന് അല്ലെങ്കിൽ ആ അനുസരണത്തിന് സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ശൂന്യത മാറണം, തീർന്ന ആ ഫിനിഷിംഗ് പോയിന്റ് ഒരു സ്റ്റാർട്ടിങ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം. പക്ഷെ അതിന്റെ അപ്പുറത്ത് ബൈബിൾ പഠിക്കുമ്പോൾ, ഒബീഡിയൻസ് അനുസരിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവിടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ആ അനുസരണം, ആ വാക്ക് പറയുന്നത്, ആ കർത്താവ് പറയുന്നത് കേൾക്കാൻ, അനുസരിക്കാൻ നമുക്ക് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ഡെഡ് സിറ്റുവേഷനിൽ തീർന്ന് എന്ന് നിൽക്കുന്നിടത്തും അത്ഭുതം കർത്താവ് കാണിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാനാവിലെ കല്യാണ വിരുന്നിൽ. അവിടെ എന്താണ് കർത്താവിന്റെ വാക്കനുസരണം? സത്യം പറഞ്ഞാൽ കർത്താവിന്റെ അകത്തൊന്നും ചെയ്തില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ സാധാരണ പറയാറുണ്ട് യേശു കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം. പക്ഷെ കർത്താവ് അതിൽ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളൊന്ന് ചിന്തിച്ച്, കർത്താവ് എന്തെങ്കിലും ചെയ്തോ? വെള്ളം കോരി എടുക്കണമെന്ന് പറഞ്ഞ് അമ്മ ചെയ്തതാരാ? ആ ശുശ്രൂഷക്കാരാ ചെയ്ത മൊത്തം. വെള്ളം കോരി ഇറക്കാൻ പറഞ്ഞ് വെള്ളം കോരി, കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. അവിടെ ലാസ്റ്റ് ചുരിച്ചു നോക്കി വീഞ്ഞായി. കണ്ടോ? കർത്താവ് നമ്മൾ പറയുന്ന ആ ആദ്യ അത്ഭുതത്തിന് കർത്താവ് പ്രത്യേകമായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുകയോ തൊടുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്തില്ല. വെള്ളം കോരി ഇറക്കാൻ പറഞ്ഞു, ശുശ്രൂഷകർ അതനുസരിച്ചു. കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അത് വീഞ്ഞായി മാറി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ സംസാരിക്കുക. അതിനുശേഷം എന്താണെന്നറിയോ? വിരുന്നുമാരി ചോദിച്ചൊരു ദൂതം പറഞ്ഞു വരട്ടെ, ഇത്രയും നേരം വിളമ്പിയതല്ല ഇപ്പൊ കൊണ്ടുവന്നത്, ഇതുവരെ വിളമ്പിയതല്ല ഇപ്പൊ. സാധാരണ തിരിച്ചാ, ഇതുവരെ നല്ലത് വിളമ്പിയിട്ട് അവസാനം പറഞ്ഞത്. ഇപ്പൊ അതല്ല, ഈ കഴിഞ്ഞ വിളമ്പിയതിനേക്കാൾ ഏറ്റവും രുചിയേറിയതാണ് ഇപ്പൊ ഞാൻ രുചിച്ച് നോക്കിയത്. അനുസരിക്കുന്നവനോട് ദൂത്. ഇവിടെ ഇരിക്കുന്ന സകലരോട് പരിശുദ്ധാത്മാവ് ഈ ഏകദേശം 50ഓളം സ്ക്രീനിൽ ഞാനൊരു ദൂത് പറയാം. അനുസരിക്കാൻ തുടങ്ങിയാൽ ഇതുവരെ വിളമ്പിയതല്ല ഇപ്പൊ വിളമ്പിയത്. വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ ചിലതിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇതുവരെ കണ്ടതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് ചില ദൈവാത്മാവ് കാണിക്കാൻ പോവുക. ഇതുവരെ നീ കണ്ടത്, ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത്. ഇതുവരെ വിളമ്പിയതല്ല ഇപ്പൊ വിളമ്പിയത്. ഇത് കഴിഞ്ഞ നാൾ വരെ വിളമ്പിയതും ഇപ്പോൾ വിളമ്പിയതും, ഇതുവരെ വിളമ്പിയതും ഇപ്പോൾ വിളമ്പിയതും. ഇതുപോലത്തെ ഒരു വ്യത്യാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു ആത്മനിറവിൽ ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ചിലരുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതല്ല, ഇതിന്റെ അപ്പുറത്ത് ദൈവാത്മാവ് അനുസരിക്കുന്നവന് വേണ്ടി ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ കണ്ടത് നീ മാറയായിരിക്കാം, ഇതുവരെ കണ്ടത് കയ്പിന്റെ അനുഭവമായിരിക്കാം. പക്ഷെ ആ മാറയെ മധുരമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. മാറ കണ്ട നിന്നെ അടുത്ത ഏലീമിലേക്ക് എത്തിക്കാൻ പോവുക. ഒരു ഉറവ് പോലും ഇല്ലാതെ ഭാരപ്പെടുക. പക്ഷെ അനേക ഉറവുകളും ഈന്തപ്പഴങ്ങളുമുള്ള ഏലീമി കൊണ്ട് എത്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ചിലരോട് ആത്മാവിന്റെ ദൂത് പറയുന്നു. നീ ഇതുവരെ കണ്ടത് കയ്പിന്റെ കടന്ന് കറങ്ങുന്ന മാറയുടെ അനുഭവം. പക്ഷെ അനുസരിക്കാൻ തയ്യാറായാൽ അവിശ്വത്തിന്റെ കൊമ്പ് വെട്ടിയിട് എന്ന് പറയുന്ന പോലെ ചില പ്രതിസന്ധിയിൽ കർത്താവ് പറയുന്നത് നീ അനുസരിക്കാൻ തയ്യാറായാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറയിലെ വെള്ളം മാത്രമല്ല, മാറയിൽ കടന്ന് നിന്നെ ഏലീമിൽ എത്തിക്കുന്നത് പോലെ, അനേക ഈന്തപ്പഴകളും ഉറവുകളും ഉള്ള സ്ഥലത്ത് എത്തിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ചിലതിനെ നോക്കി ദൈവാത്മാവിന്റെ ആലോചന വിളിച്ചു പറയുന്നു. എന്തോ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോലെ നീ ഇതുവരെ നിന്റെ ജീവിതത്തിൽ കണ്ടത് ഇതുവരെ വിളമ്പിയതല്ല, ഇതിനപ്പുറത്ത് ഇന്ന് മുതൽ ഈ മണിക്കൂർ മുതൽ അനുസരിക്കാൻ സ്റ്റെപ്പ് വെക്കുന്ന നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വീര്യമേറിയതും ഏറ്റവും മഹത്വമേറിയതും ഏറ്റവും ഗ്ലോറിയസ് ആയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. അല്പമിനിറ്റുള്ള ഇത് പറയുമ്പോൾ തന്നെ ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ചില ലൈഫിലേക്ക് ഇറങ്ങിയാണ്. ഇത് പറയുമ്പോൾ ചില തലമുറകൾക്ക് ഭയങ്കര വ്യത്യാസം ദൈവം ചെയ്യാൻ പോവുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയിൽ കുറച്ച് ഇതുവരെ നീ കണ്ടതല്ല, ഇതുവരെ കണ്ടതല്ല. 3 to 4 നാലോളം തലമുറകളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടും. 4ഓളം തലമുറകൾ ഏറ്റവും വീര ദൈവത്താൽ അത് നടക്കാൻ പോവുക. അനുസരിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഇതുവരെ വിളമ്പിയതല്ല ഇനി വിളമ്പാൻ പോകുന്നത്. ഇപ്പോൾ വിളമ്പിയത് എന്തോ വ്യത്യാസമാണ്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ മുതൽ ഇനി നമ്മൾ അനുസരിക്കാൻ സ്റ്റെപ്പ് വെക്കുന്ന സമയം മുതൽ ദൈവത്താൽ ചിലത് ഷിഫ്റ്റ് ആകുന്നു.
O mimokomese mekena mahalkuravia rikathararigadia thara rival baushantara rigaliga thurori velegadadia robi mekamo shivaligadagadia ശക്തമായ ദൈവപ്രവൃത്തി. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അത് ഒരു സ്ക്രീൻ എനിക്ക് റജീന ജോർജ് എന്ന് പറയുന്ന ആ സ്ക്രീനിലിരിക്കുന്ന സിസ്റ്ററോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ഏറ്റവും ശ്രേഷ്ഠമേറിയത് നിന്റെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. മാറ കണ്ട ചിലതിനെ ഏലീമിൽ എത്തിക്കുന്ന പോലെ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് സിസ്റ്ററിനോട് ഈ രാത്രി ദൈവാത്മാവ് ആലോചന പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്തേക്ക് ഇറങ്ങിയാണ്. ഈ നിങ്ങളെ സ്ക്രീനിൽ നിൽക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അത് അനുഭവിക്കാം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഓ ബൂബ സിബൂതല ബൽക്കിരിയ ദൈകബുഷികരബ റേകുമുന ഹംബിൽ ഹൽകരഗദിയ അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി. ഓ റബ്ബ ബബ ബബ ഷിഗ ബബ 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 ഓ ഷബ ബബ ബബ. ഒത്തിരി വേദന കൂടെ കടന്നു പോകുന്നതിന്റെ അകത്തുണ്ട്. അവരോട് പറയുന്നു, അനുസരിച്ചോ, നീ കണ്ടിട്ടില്ലാത്ത ദൈവാത്മാവ് കാണിക്കാൻ പോവാ. പലതും ഒക്കെ തീർന്നല്ലോ, എന്റെ കുടുംബം ലജ്ജയ്ക്ക് പോടുമല്ലോ എന്ന് ചിന്തിച്ച സ്ഥലത്ത് ദൈവാത്മാവ് പറയുന്നു, അനുസരണത്തിനൊരു പവർ ഉണ്ട്. എന്റെ യേശു അപ്പച്ചന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായ യേശു ഒന്നും കാനാവിലെ കല്യാണ വീട്ടിൽ ചെയ്തില്ല പ്രിയപ്പെട്ടവരെ. കുറച്ച് കാര്യം പറഞ്ഞു, രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ. പാത്രത്തിൽ വെള്ളം കോരി നിറയ്ക്ക്, കൊണ്ടുപോയി കൊടുപ്പിൻ. ബാക്കിയെല്ലാം മിറക്കൾ അവിടെ സംഭവിച്ച. ഇതുപോലൊരു ദൈവപ്രവൃത്തി കർത്താവ് ചിലരോട് പറയുന്നു, അനുസരിച്ചോ, നിങ്ങൾ കാണാൻ പോവാ. ഇതുവരെ വിളമ്പിയതല്ല, ഇപ്പൊ തൊട്ട് വിളമ്പുന്നത് കർത്താവിന്റെ വലിയ ശ്രേഷ്ഠമേറിയത്, വലിയ മഹത്വമേറിയത് കർത്താവ് ചെയ്യും. ഞാൻ ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു നിയോഗമാണ് ഇന്ന്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവത്തോടുകയാണ്. കാരണം ഞാൻ ആ സിസ്റ്റർ പറഞ്ഞപ്പോ എനിക്ക് നോ എന്ന് പറയാൻ തോന്നില്ല. കാരണം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എന്റെ തൊണ്ട ആക്ച്വലി പോയിരിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ഇത്രയും പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് തൊണ്ട ക്ലിയർ ആയി. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു നിയോഗമാണ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഈ സൂമിക്കൂടെ ദൈവാത്മാവ് ചെയ്യിക്കുന്നത്. പ്രസൻസ് ആണ്. ഞാൻ നിങ്ങളൊന്ന് ബലപ്പെടുത്താൻ പറയാം. ചില സമയത്ത് ദൈവാത്മാവ് പറയുന്നത് നമുക്ക് അനുസരിച്ച് ഇച്ചിരി ബുദ്ധിമുട്ട് വരും, പക്ഷെ അനുസരിച്ച് അതിന്റെ അത്ഭുതമാണ്. ഞാൻ ശുശ്രൂഷ തുടങ്ങിയ ആദ്യ നാളിലൊക്കെ ഞങ്ങൾ ഒരു വാടകയ്ക്ക് ഒരു 2 മണിക്കൂറത്തേക്ക് ഒരു ഹോൾ എടുത്തിട്ട് ആ 2 മണിക്കൂർ കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി കൊടുക്കണം. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ കടന്നു പോകുന്ന സമയമാണ്. അങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ഉപയോഗിക്കുന്നു. അപ്പുറത്തേക്ക് ഏതെങ്കിലും കല്യാണ ടീമുകൾ കാണും, അവർക്ക് എടുത്തു കൊടുക്കണം. ഇങ്ങനെ നല്ല സ്ട്രഗിളിൽ കൂടെ പോയി. ചിലപ്പോൾ നമ്മൾ തലേന്ന് ഒന്നെല്ലാം റെഡിയാക്കുമ്പോഴായിരിക്കും ഈ രാത്രി 10 മണിക്ക് വേറെ പ്രോഗ്രാം കൊടുക്കും, അതെല്ലാം അവിടെ കുളവാക്കും. സൺഡേ രാവിലെ വന്ന് ഒത്തിരി അങ്ങനെ ഹോളുമായി ബന്ധപ്പെട്ട് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടാകും. അങ്ങനെ സ്ട്രഗിളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മുടെ കാര്യം തന്നെ വാടക അടച്ച് കഷ്ടിച്ച് പോകുന്ന അത് തന്നെ ബുദ്ധിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു ദേവദാസനെ പരിചയപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഭാ ഹോള് പണി ബ്ലോക്കായി കിടക്കുകയാണ്. സഭാ ഹോളിന്റെ പണി ബ്ലോക്കായി കിടക്കുക. അദ്ദേഹത്തിന് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സഭ ഹോൾ പണിഞ്ഞോണ്ടിരിക്കുക, പക്ഷെ പ്രത്യേക സാഹചര്യം കൊണ്ട് അത് ബ്ലോക്കായി കിടക്കുക. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പം എന്റെ ഉള്ളിൽ ദൈവാത്മ പറയും, നീ ഈ ദൈവദാസനെ ഒന്ന് സഹായിക്കണം. അപ്പൊ ഞാൻ ചേട്ടാ, നമ്മൾ പ്രാർത്ഥിച്ച് എങ്ങനെയും ദൈവമേ ഒരു വാടക അടച്ചു പോയിക്കൊണ്ടിരിക്കുക, ഞാൻ എങ്ങനെ സഹായിക്കും? ചില സമയത്ത് ദൈവാത്മ അങ്ങനെ സംസാരിക്കും. അപ്പൊ എന്നിട്ട് അത് ദൈവം സഹായിക്കണമെന്ന് മാത്രമല്ല, ദൈവം എന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയിൽ ഒരു എമൗണ്ട് പറഞ്ഞു, നീ ആ എമൗണ്ട് കൊടുക്കണം. ഒരിക്കലും ആ എമൗണ്ട് എൻ്റെ ഇല്ല. പക്ഷെ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവായതുകൊണ്ട് ഞാൻ അനുസരിച്ച് ഇതുവരെ അനുസരിച്ചതിന് എനിക്ക് അനുഗ്രഹം അറിയാം. ഞാൻ പ്രിയപ്പെട്ടവരെ, എന്റെ ബാങ്കിലെ മിനിമം, നിങ്ങൾക്കറിയാലോ മിനിമം ബാലൻസ് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ 2 ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് പിൻവലിച്ചു. ആ മിനിമം ബാലൻസ് കൂടെ പിൻവലിച്ചാലേ ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ മിനിമം ബാലൻസ് പിൻവലിച്ച് ഞാൻ ആ ദൈവദാസന് കൊടുത്തു. അദ്ദേഹം നിറകണ്ണുകളോടെ വാങ്ങിച്ചു, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹമായി അദ്ദേഹത്തിന്റെ സഭാഹോളിന്റെ പണി അത് നമ്മുടെ കൊണ്ട് മാത്രമല്ല, വേറെ പലരും കൂടെ സഹായിച്ചു. അത് തുടക്കമായി. ഞാൻ എന്തോ കൊടുക്കണമായിരുന്നു, അത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കുറെ ഒഴുക്ക് വന്നു, അതെല്ലാം ക്ലിയർ ചെയ്തു. സന്തോഷം. അത് കഴിഞ്ഞൊരു 3-4 മാസത്തിനുള്ളിൽ കർത്താവ് പിന്നെ അത്ഭുതകരമായ വഴിയെ തുറന്നു. ഞങ്ങൾക്ക് അതേ സ്ഥലത്ത് അവിടെ ഹല്ലേലൂയ 2000 സ്ക്വയർ ഫീറ്റ്, സൺഡേ സ്കൂളിന് 2000, ചർച്ച നടത്താൻ 2000 മൊത്തത്തിൽ വിട്ടുതരുന്ന, നമ്മൾ വാടക കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിമനോഹരമായ ഒരു ക്രമീകരണം ചെയ്ത് ചർച്ചിലേക്ക് ക്രമീകരണം മാറാൻ ദൈവം അത്ഭുതത്തിന്റെ വഴി തുറന്നു.
ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സിലാവും നമ്മുടെ നിരാശ, നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ കാര്യം തന്നെ കഷ്ടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് പറയാണ് നീ വേറൊരാളെ സഹായിക്കാൻ. പക്ഷെ അതിനനുസരിക്കാൻ തയ്യാറായപ്പോ ഹല്ലേലൂയ, ഈ ഇങ്ങനൊരു ഹോള് തരണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോലും ഇല്ല. പക്ഷെ അതാണ് പവർ ഓഫ് ദ ഒബീഡിയൻസ്. നീ അനുസരിക്കാൻ തയ്യാറാവുമ്പോൾ ദൈവത്താൽ ചിലത് ഒഴുകിയെത്തും. ഇന്ന് ചിലരോട് പറയുന്നു, അനുസരണയ്ക്കാൽ ചില ദൈവത്താൽ ഒഴുകിയെത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ആത്മനിയോഗത്തിലേക്ക് വരിക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഒന്ന് വാക്ക് ശ്രദ്ധിക്കുന്നതല്ല, ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുള്ളതാ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9 തൊട്ടുള്ള തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 9 തൊട്ട് നമുക്ക് ഹല്ലേലൂയ യേശു കർത്ത ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ഏലിയ പ്രവാചകനോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇരുത്തലിൽ നിന്നും നീ സാരെഫാത്തിലേക്ക് പോകാം, അവിടെ നിനക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, വിധവയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 10 തൊട്ട് വായിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ്, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം, സാരെഫാത്തിലേക്ക് പോയി. പട്ടണവാതിക്കൽ എത്തിയപ്പോൾ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടു. ചില പരിഭാഷ 2 വിറക്, ഫ്യൂ, ഒരു വളരെ ചുരുക്കം 1-2 വിറക് മാത്രം പറക്കി അവൾ എന്ത് ചെയ്തിട്ടിരിക്കാമോ അവിടെ വീട്ടിൽ പോയി കാര്യം ക്രമീകരിക്കാൻ പോവാ. ആ സമയത്താണ് ദൈവാസം പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവരും. കുടിപ്പാൻ 18 വായിക്കും, അവൾ കുടിപ്പാൻ വെള്ളം എടുക്കാൻ പോയപ്പോ ഹല്ലേലൂയ അവളോട് പറയാം, അപ്പം കൂടെ കൊണ്ടുവരണം. നിങ്ങൾ വാക്കുകൾ എല്ലാം ശ്രദ്ധിച്ചോളെ. നമ്മൾ സാറിന് സ്ഥിരം കേൾക്കുന്ന നമ്മൾ വിട്ടുകളയും, പക്ഷെ ശ്രദ്ധിച്ചോണം. ആ വെള്ളം എടുക്കാൻ പോയപ്പോ വിളിച്ച് ശുശു നമ്മൾ പറയുന്നത്, ഒന്ന് തിരിഞ്ഞു നോക്കണേ, എനിക്ക് അല്പം അപ്പം വേണം, ഞാൻ വിശക്കുക, എനിക്ക് അപ്പം വേണം. അതിന് അവള് പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചോളാം, യഹോവയാണ് ഹല്ലേലൂയ, എന്റെ കലത്തിൽ ഒരു പിടി മാവും തുരുത്തിൽ അല്പം എണ്ണയല്ലാതെ എനിക്കൊന്നുമില്ല. ഇതാ 12 ശ്രദ്ധിക്കണം, ഇതാ 2 വിറക് ഞാൻ പറക്കുന്നത്, ഫ്യൂ, 1-2 വിറക് മാത്രം ഞാൻ പറക്കുന്നത്, 12 കിടപ്പുണ്ട്. ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കാം. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ എന്താ ഈ വിറക് ഉറക്കുന്നത്, ഈ 2 വിറക് ഉറക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇച്ചിരി മാവിരിപ്പുണ്ട്, ഇച്ചിരി എണ്ണ ഇരിപ്പുണ്ട്, അത് വെച്ച് എനിക്കും എന്റെ കുഞ്ഞിനും ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി ഫിനിഷ് ആവാൻ പോവാ, ഞങ്ങൾ മരിക്കാൻ പോവാ, തീരുവാ. ഇനി ഇവിടെ ഒരു പറക്കാൻ ഞങ്ങള് ഇല്ല, ഇനി ഞാൻ പറക്കാൻ വരും, എന്റെ ലാസ്റ്റത്തെ വിറക് ഉറപ്പാ, അതുകൊണ്ട് എനിക്ക് കഴിക്കാനേ ഉള്ളൂ. അവള് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കഴിക്കാനേ ഉള്ളൂ, നിന്റെ ഇത് വെള്ളം വേണം ഞാൻ തരാം, ഞങ്ങൾക്ക് തരാം. ഏലിയാവ് പറയണം, ഭയപ്പെടണ്ട, നീ ചെന്ന്, അതാണ് ഇന്ന് പരിശുദ്ധ സംശയം, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യാം. ആദ്യം എനിക്കൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നിനക്കും നിന്റെ മകന് വേണ്ടി ഒരുക്കുക. അങ്ങനെ ഉണ്ടാക്കിയാൽ 14 ദൂത് യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. എന്ന ശക്തമേറിയ ദൂത. ഹല്ലേലൂയ. നിന്നോട് ദൂത് പറയാം, നീ ആദ്യം ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്കാമോ, എനിക്കുള്ള നീ കൊണ്ടുവരാമോ, എങ്കിൽ നിന്റെ ഭരണിയിലെ എണ്ണ കുറയത്തില്ല, കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല. ബൈബിൾ പറയുന്നു 15, അവൾ ചെന്ന് ഏലി, നമ്മൾ ഈ അറിയാവുന്ന കഥകളായതുകൊണ്ട് അറിയാവുന്ന സംഭവം നമ്മൾ പലപ്പോഴും വിട്ടു, പക്ഷെ ഓരോ വേർഡ് ശ്രദ്ധിക്കണം. 15, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ ചെയ്തു, അവളും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തിച്ചു. അതിന്റെ അർത്ഥം എന്തോന്നറിയാം? അടുത്ത ദിവസവും വിറവ് ഇറക്കാൻ വന്നു, പിറ്റേ ദിവസവും വന്നു, അടുത്ത ആഴ്ചയും വന്നു. 2 വിറക് കൊണ്ട് തീരാൻ നിന്നവളെ വീണ്ടും വിറക് പറക്കി അവിടെ കുടുംബത്തിൽ അത്ഭുതത്തെ കർത്താവ് കൊണ്ടുവന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അനുസരിക്കുന്നത് അത്ഭുതത്തെ കൊണ്ടുവരും. നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് തന്നെയാണ്. ഈ ഭൂമിയിലേക്ക് വന്ന് ഫിലിപ്പിയർ 2:6 വായിക്കുമ്പോൾ, ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നവരായിക്കാതെ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ മാതൃകയായ അനുസരണം നമ്മുടെ യേശു കർത്താവ്. നമുക്ക് വേണ്ടി കർത്താവിന് ആവശ്യമില്ല, ദൂതന്മാരെ വിളിച്ചാൽ മതി, അതിന് രക്ഷയുണ്ട്. പക്ഷെ ക്രൂശിലെ മരണത്തോളം പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ആ വാക്ക് ചെയ്യണം, മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയർ 2:8, തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളായിരുന്നു. നമുക്ക് മാതൃകയായി നമ്മുടെ ആത്മമളവാളനായ യേശു കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായത്.
ഇങ്ങനെ നമ്മുടെ മാതൃക യേശു കർത്താവ്, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ നോക്കാനാ വിശുദ്ധ ബൈബിൾ പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടൊരു വാക്കുകൾ പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം നൽകി, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. ഇന്ന് എത്ര നാമം ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമം അതിന് മേളില. എത്ര നാമം ജപോ എന്തൊക്കെ പൊങ്ങി നിന്നാലും അതിനൊക്കെ ഇടിച്ചു താക്കുന്ന ശക്തിയാണ് യേശു കർത്താവിന്റെ നാമത്തിന്റെ ശക്തി. 1000 നാമങ്ങൾ ഉയർന്നാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർലോകരെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലൊക്കെ മടങ്ങിയിരിക്കും. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ചില ജീവിതങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും മാതൃക നമ്മുടെ യേശു കർത്താവാണ്. ആ കർത്താവിന്റെ സന്നദ്ധയിൽ ഒരു അനുസരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക്കും. സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്റെ ജനം എന്റെ വാക്കൊന്ന് കേട്ടെങ്കിൽ, എന്റെ വാക്ക് കേട്ടൊന്ന് അനുസരിച്ചായിരുന്നെങ്കിൽ ഏറ്റവും മേൽത്തരമായി കൊണ്ട് ഞാൻ നിറയ്ക്കത്തില്ലേ, ശത്രുവിന്റെ മുമ്പിൽ അവർക്ക് ജയം തരത്തില്ലേ, ശത്രു അവർക്ക് കീഴടങ്ങത്തില്ലേ, അവരുടെ ശുഭകാലം എന്നും നിലനിൽക്കത്തില്ലയോ. അപ്പം ആവർത്തിച്ച് ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുക, എന്നെ അനുസരിക്കുക. കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തീരുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പുതിയ നിയമത്തിൽ യേശു വന്ന മിക്ക അത്ഭുതങ്ങൾ ശ്രദ്ധിച്ച്, യേശു പറയുന്ന വാക്കിന്റെ മുമ്പിൽ ചെയ്ത പ്രവർത്തിച്ചവരാണ് അത്ഭുതങ്ങൾ കണ്ടത്, മിറക്കിൾസ് കണ്ടത്. ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ യേശു പറഞ്ഞു പല വിഷയം പടകെ നീക്കാൻ. അവൻ പറയുന്ന, അതാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാം. അവിടെ ആ ഒബീഡിയൻസ് ആണ്. ആ ഒബീഡിയൻസിന് മുമ്പിൽ ശക്തമായ നിറവ്, അവന്റെ പടകം നിറഞ്ഞു, അടുത്ത പടകം നിറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാനിട വന്നു. ഇന്ന് രാത്രി ഞാൻ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇന്ന് എനിക്ക് തുടക്കത്തിൽ ഒരു സമർപ്പണം ശക്തമായി, എന്നിട്ട് ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോയാ. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ചു. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നോക്കുമ്പോൾ അനുസരണ, ഒബീഡിയൻസ് ഒരു എപ്പോഴും ഒരു ഈസി അല്ല, ബട്ട് ഇറ്റ്സ് എ പവർഫുൾ. എപ്പോഴും ഈസി അല്ല, പക്ഷെ ഇത് പവർഫുൾ ആണ്. ഇതൊരു കീ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അനുസരിക്കുമ്പോൾ അനുസരിക്കുമ്പോൾ അനുഗ്രഹത്തെ ഒഴുകും, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിക്കും, ദൈവശക്തി റിലീസ് ആകും, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അനുഭവിക്കാം, ദൈവിക പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ ദൈവത്താൽ നിറവേറും. അതുകൊണ്ട് ദൈവം ചില ഒരു ഓൾട്ടർ കോളിന്റെ സമയമാണ്, എ കോൾ ടു ഒബീഡിയൻസ്. അനുസരണത്തിലേക്ക് ചിലതിനെ ദൈവം വിളിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി പ്രയർ ഫെലോഷിപ്പിൽ ഈ സൂമിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മിനിറ്റുകളിൽ ഹോളി സ്പിരിറ്റ് സംസാരിക്കുകയാണ്. വളരെ ഈ മൊമെന്റിൽ നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങൾ, നിങ്ങളുടെ ഭവനങ്ങളിൽ, വ്യത്യസ്ത സ്ക്രീനിൽ, ചിലപ്പോൾ യാത്രയിലായിരിക്കാം ഒക്കെ നിങ്ങൾ ഇത് കേൾക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ഹൃദയങ്ങളെ കഠിനമാകാതെ ദൈവസന്നിധിയിലേക്ക്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ അനുസരിച്ച് ചിലപ്പോൾ ഡിലേ ആയിരിക്കാം, അനുസരിച്ച് കാണും, പക്ഷെ ഒത്തിരി താമസിച്ചായിരിക്കാം അനുസരിച്ചത്. ആദ്യം ഒന്നും പരിശുദ്ധാത്മാവിൽ നമുക്ക് മനസ്സിലായി കാണത്തില്ല, അല്ലെങ്കിൽ പകുതി അനുസരിച്ച് കാണും, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഒട്ടും അനുസരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. എങ്കിൽ ഇന്ന് ഈ മിനിറ്റുകളിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഹോ റാബാല ശിഖര ഘടനഗതിയാർച്ചന ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് എത്രയോ സമയം ചേർന്നോട് ക്ഷമിപ്പാൻ ദൈവാത്മാവ് പറഞ്ഞു, അനുസരിക്കാൻ. പക്ഷെ പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റിക്കാണത്തില്ലായിരിക്കും. പക്ഷെ ഇന്നൊരു ടോട്ടൽ സറണ്ടർ, ഒരു ഫ്രഷ് ആയിട്ട് എല്ലാവരും ഒന്ന് സറണ്ടർ ചെയ്ത് ഹൃദയങ്ങൾ സമർപ്പിച്ച് ഹല്ലേലൂയ. ഒരു സമർപ്പണത്തിൽ കൂടാണ് ഈ ഒരു അനുസരണം തുടങ്ങുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളെല്ലാം പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുസരണത്തിന്റെ അനുഗ്രഹത്തെയും അത്ഭുതത്തെയും ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവെ, അനുസരിപ്പാൻ നിന്റെ ആത്മാവ് സഹായിക്കണം. ഹോളി സ്പിരിറ്റ്, നിന്റെ ശബ്ദം എന്താണെന്ന് കേൾപ്പാൻ ഞങ്ങൾ ഇടയാക്കണം. ആ കേട്ടിട്ട് അതിവേഗത്തിൽ അങ്ങയുടെ നിയോഗപ്രകാരം അനുസരിപ്പാൻ എനിക്ക് കൃപ തരണേ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിന്റെ ശബ്ദം കേൾപ്പാനും അനുസരിപ്പാനും എന്റെ ജീവിതത്തിലേക്ക് ഇടയാക്കട്ടെ. യേശു ക്രിസ്തുവിനകത്ത് കർത്താവ് പറയുന്നത് സംശയിക്കാതെ, ഡൗട്ട് കൂടാതെ, ഫിയർ കൂടാതെ അനുസരിപ്പാൻ
കർത്താവിനെ സഹായിക്കണം. കർത്താവ്, നിന്റെ ദൈവശക്തി ഞാൻ സ്വീകരിക്കുന്നു. അതിനായി നിന്റെ കൃപ തരണം. ആത്മാവിന്റെ നടത്തിപ്പ് എന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അത് സ്വീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ജനത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരനുസരിക്കാൻ സ്റ്റെപ്പ് വെക്കുന്ന, ക്ഷമിപ്പാൻ, കർത്താവെ സമർപ്പിപ്പാൻ സ്റ്റെപ്പ് വെക്കുന്ന ഒറ്റ കാരണം കൊണ്ട് കർത്താവ് ഇവരുടെ മുമ്പിൽ വാക്തത്വങ്ങളുടെയും ദൈവിക ബ്ലെസ്സിങ്സിന്റെയും മുമ്പിൽ നിൽക്കുന്ന എല്ലാ ചെയിനുകളും, അതിലേക്ക് വിടാൻ നിൽക്കുന്ന എല്ലാ ചെയിനുകളും ബ്രേക്ക് ആകട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അത് ഉടഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുസരണത്തിന് സ്റ്റെപ്പ് വെക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ചില ഡോറുകൾ ഇവർക്ക് വേണ്ടി തുറക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ അടയപ്പെട്ട ചില ഡോറുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടഞ്ഞിരുന്ന ചില മണ്ഡലങ്ങളുണ്ട് കർത്താവെ, ഒരു മതിൽ പൊട്ടി പുറത്തു വരുന്ന, ഡാം പൊട്ടി പുറത്തു വരുന്ന പോലെ, ചില ഷട്ടർ തുറന്ന് വെള്ളം പുറത്തു വരുന്ന പോലെ ബ്ലെസ്സിങ്സ് റിലീസ് ആകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഈ കുടുംബങ്ങളുടെ മേലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയുടെ ഒരു പ്രദർശനം ആക്റ്റീവായിട്ടുള്ള ലൈഫിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ദേശത്തിന്റെ നന്മ അനുഭവിക്കട്ടെ. അത് തിന്നുന്നു എന്ന് പറയുന്ന യു വിൽ ഈറ്റ് ദ ഗുഡ് ഓഫ് ദ ലാൻഡ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ ഈ ഓരോ സ്ക്രീനിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവാത്മാവിന്റെ വലിയ മഹത്വം ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ചിലർ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് കർത്താവിനാൽ അനുസരിപ്പാൻ തയ്യാറാകുമ്പോൾ ദൈവത്താൽ ചില വിടുതലുകൾ അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കർത്താവെ, ഓരോ ഇതിന്റെ അകത്തിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ദൈവാത്മാവ് വെളിപ്പെട്ടു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജസ്നി റൂമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ ജീവിതത്തിനുമേൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വ്യക്തികളുടെ മേൽ കർത്താവ് ദൈവത്തിന്റെ വലിയ കരം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളേക്കാൾ അപ്പുറമായി അസാധ്യമായ ഒരു ദൈവത്തിന്റെ മണ്ഡലങ്ങൾ, ദൈവത്തിന്റെ കരം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഇതിനകത്ത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാഖൂബ ശിവാല ഹന്തുന റിബൽക്കടരഗതിയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയം, പ്രത്യേകിച്ച് തലമുറയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ കയ്പിനെ മധുരമാക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി ചില കൂടാരങ്ങളിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് ചിലരുടെ ജീവിതത്തിൽ മേൽ കർത്താവെ അത്ഭുതകരമായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സ്ത്രീന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സാജൻ യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവിക ഇടപെടലുകൾ കർത്താവിനാൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ചില ദൈവപ്രവൃത്തികൾ കർത്താവെ ആ കാണത്തക്കവണ്ണം അപ്പോൾ തന്നെ കർത്താവെ ദൈവനാമത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന കർത്താവെ ആ തലങ്ങളിലേക്ക് തന്റെ മകന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തോമസ് കർത്താവെ ആ സ്ക്രീനിൽ ആ കുടുംബത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കർത്താവെ, ആഴത്തിന് ഇരുളുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു എന്ന് പറയുന്ന പോലെ ദൈവാത്മാവിന്റെ പരിവർത്തനം ആ കൂടാരത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ആത്മപ്രവൃത്തി കർത്താവേ ആ കുടുംബത്തിൽ ഇറങ്ങട്ടെ. ദൈവിക എൻകൗണ്ടറുകൾ ആ കൂടാരത്തിൽ ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രതീക്ഷയോടെ ജോയിൻ ചെയ്ത ഓരോരുത്തർ കർത്താവ്, ഞാൻ ആരുടെ പേര് പറഞ്ഞില്ലേലും ഞാൻ ബാക്കി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ എന്ത് ഭാരത്തോടെ എന്ത് കൊതിയോടെ ഇപ്പോഴും ആയിരിക്കുന്നു ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഈ ജീവിതങ്ങളമേൽ സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, മുന്നേറ്റം വേണ്ടവർക്ക് മുന്നേറ്റം, കർത്താവിനാൽ ചില പച്ചപ്പിന്റെ അനുഭവങ്ങൾ കാണേണ്ട ചില വ്യക്തികൾ അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഈ ജനത്തെ മുഴുവൻ ബ്ലസ് ചെയ്യുന്നു കർത്താവെ. ഏറിയ കൃപയാൽ ചിലരെ നിറയ്ക്കണമേ. ഇന്നു മുതൽ കർത്താവെ ആ അനുസരണത്തിന്റെ അനുഭവത്തെ മനസ്സിലാക്കി ജയത്തോടെ മുന്നേറാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനനായി നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുസരണത്തിന് ഒരു ശക്തിയുണ്ട്. കർത്താവിന്റെ നമ്മുടെ മാതൃക കാൽവരി ക്രൂശിൽ യേശു കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് അനുസരിക്കാം, ദൈവത്തിന്റെ വഴിയിൽ ആത്മനിയമത്തിൽ നടക്കാം. അനുസരിച്ചാൽ അനുഗ്രഹം, അത്ഭുതം. ഉറക്കെ പറയാം, അനുസരിച്ചാൽ അത്ഭുതം കാണും, അനുഗ്രഹങ്ങൾ ദൈവം വെച്ചത് പ്രാപിപ്പാൻ ഇടയാകും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.